അപ്പോൾ ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്കു കപ്പൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടു. മലേഷ്യയിൽ നിന്നെത്തിയ MSC ക്ലോഡ് ഗിറാഡറ്റ് അതെ, മലേഷ്യൻ പേരാണ്. അതെ, എന്ന കപ്പലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. കണ്ടെയ്നർ ഹാൻഡ്ലിംഗിന് ശേഷം തിരിച്ചു പോകും. വിഴിഞ്ഞം തീരത്തേക്ക് രാജ്യാന്തര ചരക്ക് കപ്പലുകൾ എത്തുന്നതിന് ഇതോടെ വേഗം കൈവരുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. രാജ്യത്തെ കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എനിക്ക് പിന്നിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ രാജ്യത്ത് ഇതുവരെ വലിയ തുറമുഖങ്ങളിൽ എത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അമ്മക്കപ്പലാണ്. മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ക്ലൗഡ് ഗിറാഡറ്റ് എന്ന കപ്പലാണ്. ഏതാണ്ട് 24,116 TEU ശേഷിയുള്ള പടുകൂറ്റൻ കപ്പലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ബർത്ത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 399.99 മീറ്റർ നീളമാണ് ഈ പടുകൂറ്റൻ കപ്പലിനുള്ളത്. 61.5 മീറ്റർ വീതി, 16.6 മീറ്റർ ആഴം, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള 24,000-ത്തിലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു വലിയ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് മാത്രമല്ല രാജ്യത്തെ തുറമുഖ ചരിത്രത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടിയായി മാറുകയാണ്. നമുക്കറിയാം, വിഴിഞ്ഞത്ത് നിന്ന് ഏതാണ്ട് 9 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് രാജ്യാന്തര കപ്പൽച്ചാലാണ്. ആ രാജ്യാന്തര കപ്പൽച്ചാലിലൂടെ ഓരോ ദിവസവും ഏതാണ്ട് 200-നും 250-നും അകത്തെ ചരക്ക് കപ്പലുകൾ ഓരോ രാജ്യത്തിൻ്റെതായി കടന്നു പോകുന്നതാണ്. അത്രയും തിരക്കുള്ള ഒരു കപ്പൽച്ചാലിൽ നിന്ന് 9 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നമുക്കേറെ അഭിമാനിക്കാവുന്ന കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായ തിരുവനന്തപുരത്തിന്റെ സ്വന്തമായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമുണ്ട്. ആ തുറമുഖത്തേക്ക് ഈ വലിയ കപ്പലുകൾ എത്തുന്നതിന്റെ നാന്ദി കുറിക്കലായി മാറുകയാണ് MSC ക്ലൗഡ് ഗിറാഡറ്റിന്റെ ഈ കടന്നുവരവ്. ഇതിനു മുമ്പ് രാജ്യത്ത് എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ അത് MSCയുടെ തന്നെയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അന്ന എന്ന കപ്പലാണ് ഇതിനു മുൻപ് ഇവിടേക്ക് എത്തിയിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ കപ്പൽ. അതിലേതാണ്ട് 19,000-ത്തിലധികം TEU ശേഷിയായിരുന്നു ആ കപ്പലിനുണ്ടായിരുന്നത്. അതായത് 19,000-ത്തിലധികം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഉണ്ടായിരുന്നത്. അതിനെയും കവച്ചു വെക്കുന്ന തരത്തിൽ 24,116 TEU ശേഷിയുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ആ കാഴ്ച നേരിട്ട് തന്നെ കാണണം. തിരുവനന്തപുരത്തുകാർക്കും വിഴിഞ്ഞത്തുകാർക്കും അസുലഭമായി ലഭിക്കുന്ന ഒരു അവസരമാണ്. കാരണം അത്രയധികം വലിപ്പമുള്ള ഒരു കപ്പലാണ് ഇത്. അത് വിഴിഞ്ഞം തീരത്തേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ചരക്ക് നീക്കത്തെ, അതായത് ഇവിടെ നിന്ന് ഇതിലെ കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം ഇവിടെ നിന്ന് മറ്റ് തുറമുഖങ്ങളിലേക്ക് ചെറു കപ്പലുകളിലും മറ്റുമായിരിക്കും ഈ കണ്ടെയ്നറുകൾ നീക്കുക. നമുക്കറിയാം, ജലമാർഗമാണ് ഇതിനോടകം ഇവിടെ എത്തിയിരിക്കുന്ന കണ്ടെയ്നറുകളിൽ അധികവും മറ്റ് സ്ഥലങ്ങളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, ചെറിയ തുറമുഖങ്ങളിലേക്കും മറ്റ് വലിയ തുറമുഖങ്ങളിലേക്കുമൊക്കെ എത്തിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ തന്നെയായിരിക്കും MSC ക്ലൗഡ് ഗിറാഡറ്റിൽ നിന്നുള്ള കണ്ടെയ്നറുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടുപോവുക. എടുത്തു പറയേണ്ടുന്ന കാര്യം, വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷെൻഹുവ ഇനത്തിൽപ്പെട്ട ഷെൻഹുവ 29, പിന്നീട് ഷെൻഹുവ 15 അടക്കമുള്ള മറ്റ് കപ്പലുകൾ വലിയ ക്രെയിനുകളുമായി ഇവിടേക്ക് എത്തിയത് വലിയ തരത്തിൽ വാർത്തയായിരുന്നു. നമുക്കറിയാം, ചൈനയിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പലുകൾ, ഷാൻഹായ് തീരത്ത് നിന്ന് പുറപ്പെട്ട ആ കപ്പലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം വരവേറ്റത്. അതിനൊക്കെ പിന്നാലെ ഈ തുറമുഖം കമ്മീഷൻ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വലിയ മദർഷിപ്പുകൾ, അതായത് രാജ്യത്ത് തന്നെ ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഇവിടെ നിന്നുള്ള കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൽ നിർണായകമായ ചുവടുവെപ്പായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയും യാഥാർത്ഥ്യമാകേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടെ നിന്ന് ജലമാർഗം തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നു കപ്പലുകളിൽ എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ട റിംഗ് റോഡിന്റെയും റെയിൽ കണക്ടിവിറ്റിയുടെയും അടക്കം നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൂടി പൂർണ്ണ സജ്ജമാകുന്നതോടെ വിഴിഞ്ഞത്തിന് വേഗം ഇനിയും കൈവരും. വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ അതിവേഗം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അത് നിർണായകമായ ഇടപെടലുകളായി മാറുകയും ചെയ്യും. സ്വാഭാവികമായി MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വലിയ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് തുടർച്ചയായി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞത്തിന് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ചരക്ക് നീക്കത്തിന്, മുഴുവൻ തുറമുഖങ്ങൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായി തന്നെ മാറുകയാണ്. എന്തായാലും കേരളം ഏറെ പ്രതീക്ഷയോടെയാണ്, തിരുവനന്തപുരം ഏറെ പ്രതീക്ഷയോടെയാണ് MSC ക്ലൗഡ് ഗിറാഡറ്റിനെ വരവേറ്റിരിക്കുന്നത്. ഇത് വലിയ പടുകൂറ്റൻ കപ്പലുകൾ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് കടന്നു വരുന്നതിന്റെ നാന്ദി കുറിക്കലായി മാറുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ, രാഷ്ട്രീയ
നേതാക്കൾ അതോടൊപ്പം അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികളൊക്കെ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18. അങ്ങനെ വിഴിഞ്ഞം വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വളർച്ചയിലേക്ക് വിഴിഞ്ഞം എത്തുന്ന പശ്ചാത്തലം നമുക്ക് അഭിമാനകരമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഏറെ നേട്ടവുമാണ്.